ഡൽഹിയിൽ ഒരു സമരം അതിന് ചിലവാകുന്നതും നമ്മുടെ എല്ലാ നികുതിപ്പണമാണ്. കാരണം എല്ലാ മന്ത്രിമാരും ഫ്ലൈറ്റിനകത്ത് കയറി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ സുവാസത്തിന് പോയേക്കാണ്, അല്ലാതെ എം എൽ എമാരും അതായത് ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും എല്ലാം കൂടെ പോയേക്കാണ്. ഇതിനെല്ലാം എത്ര പണം ചിലവാകും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ പോരെ കാര്യങ്ങൾ. അവിടെ പിന്നെ കേരള ഹൗസിൽ താമസിക്കാൻ നല്ല സൗകര്യമുണ്ട്. അതിൻ്റെ കേരള ഹൗസിൻ്റെ അനക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അതിൽ താമസിക്കാനായിട്ട് അദ്ദേഹം അതിനകത്ത് നല്ല 3 സൂട്ട് റൂമുണ്ട്. ഞാനതിൽ താമസിച്ചിട്ടുള്ളതാണ്. 4 സൂട്ട് റൂമുണ്ട് അതിനകത്ത്. അത് വളരെ നല്ല ഒന്നാം തരം മുറികളാണ്. പക്ഷെ അതിലൊന്നും അദ്ദേഹം താമസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലാതെ അതിനകത്ത് വേറെ എന്താണ്ട് കൊച്ചിൻ ഹൗസ് എന്നോ ഏതാണ്ടൊരു വേറെ പേരിട്ട് ഒരു ബിൽഡിങ് പണിതു അവിടെ. ഇതിൻ്റെ മുൻപിലായിട്ട് വരും. കേരള ഹൗസിൻ്റെ നേരെ മുമ്പിലായിട്ട് മാറി അല്പം അങ്ങോട്ട് മാറിയിട്ട് ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 1-2 സൂട്ട് റൂമുണ്ട് അതിനകത്ത്. അവിടെ ഒരു നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വരുമ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കാറ് വിട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇത് ഇവിടെ ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം അവിടോട്ട് ഇന്ന് കഴിഞ്ഞ് സമരം ചെയ്യാനൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവിടെ സമരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇവിടെ പിന്നെ അവിടെ ചെന്ന് സമരം ചെയ്താലെന്താ പ്രയോജനം? നമ്മുടെ ഗുസ്തി താരങ്ങൾ എത്ര നാൾ അവിടെ കിടന്ന് സമരം ചെയ്തു അവർ പാവങ്ങൾ. എന്നിട്ട് ഓരോരുത്തർ ആ ഗോതയിൽ നിന്ന് പിന്മാറിയതല്ലാതെ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? അവരെ തെരുവിലൂടെ വലിച്ചഴിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ. ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളുടെ പോക്ക്. കാരണം അവിടെ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഗവൺമെൻറ് ആണ് അതിന് ഉള്ളത്. അല്ലാതെ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് അതിനകത്ത് ഒരു കാര്യവുമില്ല. സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ കേജ്രിവാളാണ്. കേജ്രിവാളിന് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ പോലീസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് മുഴുവൻ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായാൽ വലിച്ചടിച്ച് കൊണ്ടുപോകും, അല്ലാതെ വേറെ കാര്യമൊന്നും നടക്കത്തില്ല. അത് കാരണം ഇനി കേരള ഹൗസിൽ നിന്ന് ജാഥയായിട്ട് ജന്തർ മന്ദിറിലേക്ക് വളരെ അടുത്താണ്. വളരെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത്. എനിക്കിത് മുഴുവൻ കാണാപ്പാടമുള്ള സ്ഥലങ്ങളാണ്. കാരണം ഞാൻ അത് അത്രത്തോളം പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളതാണ്. വളരെ അടുത്താണ്. അവിടെ വരെ പോയി അവിടെ പോയിരുന്നിട്ട് ഈ ഇംഗ്ലാവും വിളിച്ച് ഗീജയും വിളിച്ചിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ. എല്ലാം കേരളത്തിലെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ മുഴുവൻ ശരിയാവും. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ വായിച്ച് കേട്ടു ഞാൻ മനസ്സിലാക്കി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അതിനെക്കുറിച്ച് ഇവരുടെ അടുത്ത് നമ്മുടെ ധനമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചല്ലോ. ഞാനുമായി ഒരു സംവാദത്തിന്, അതായത് കേന്ദ്ര ഗവൺമെൻറ് പണം ഇങ്ങോട്ട് കൊടുത്തില്ല, ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തില്ല, അത് ഇനി ഇത്രയും കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അതിന് അദ്ദേഹം തയ്യാറായ, പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ബാലഗോപാൽ പറഞ്ഞാൽ ഞാൻ തയ്യാറല്ല, ഞാനത് പറയേണ്ടത് നിയമസഭയിൽ പറഞ്ഞോളാം, കാരണം അവിടെ നിന്ന് പറയാമല്ലോ. ഇപ്പോൾ അതാണ് ലാഭണം, അവിടെ പറയാൻ പറ്റുള്ളൂ, പബ്ലിക്കിൽ പറയാൻ ഒക്കത്തില്ല. എന്നാൽ ശ്രീ വി.ഡി. സതീശനുമായിട്ട് ഇതിന് ഞാനൊരു സംവാദത്തിന് തയ്യാറാണ് എന്ന് എന്തുകൊണ്ട് ധനമന്ത്രി പറയുന്നില്ല ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ? അപ്പോൾ ഇവരുടെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും ദുർവ്യയം അതും ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ഏറ്റവും എളുപ്പ മാർഗം സെൻട്രൽ ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ല എന്നാണ്. ഇതാണ് കാര്യം. ഇത് ഇവിടുന്ന് എന്തെങ്കിലും പണം ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, കടം വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കടം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സമരമാണത്. അതായത് നമ്മളെയൊക്കെ പണം വെച്ച് വിറ്റ് നമ്മളെയൊക്കെ പണയം വെച്ചിട്ട് പണം വാങ്ങി എടുക്കുക, കടം വാങ്ങി എടുത്ത് ചിലവാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാരണം അതേ ഇവർക്ക് അറിയാവൂ, വേറൊന്നും അറിഞ്ഞൂടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. കടം വാങ്ങി പുട്ടടിക്കുക, അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇതുകൊണ്ട്? അവർ കടം വാങ്ങാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവർ സമ്മതിക്കാത്തത്. കുറച്ച് ബോധമുള്ളതുകൊണ്ടാണ് അവിടെ അത് സമ്മതിക്കാത്ത പോകുന്നത്. കാരണം ഇത് ഇങ്ങനെ കടം വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഈ കേരളീയം അതിന് ഇത്ര കോടി രൂപ, വീണ്ടും കേരളീയത്തിന് വീണ്ടും കോടിക്കണക്കിന് രൂപ കേട്ടോ. ഇന്നലെ തന്നെ ഒരു പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് 80,000 രൂപയാണ് അയാളുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അത് കിട്ടുന്നില്ല. കയറി ഇറങ്ങി അയാൾ മടുത്തു. അത് ചുവപ്പ് കടയിൽ കിടന്ന് കുരുങ്ങാണ്.
അയാൾക്ക് കിട്ടിയില്ല. അവസാനം നിവൃത്തിയില്ലാതെ വന്ന് അയാൾക്ക് പട്ടിണി കിടക്കാൻ വയ്യാത്തതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു, വിഷം കുടിച്ച് മരിച്ചു. അപ്പോൾ ഈ രീതിയിൽ ആണ് ഇവിടുത്തെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നമ്മളവിടെ കണ്ടത് കേട്ടോ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവർക്ക് ആകെപ്പാടെയൊക്കെ കിട്ടുന്ന പെൻഷൻ അതേ ഉള്ളായിരുന്നു. അവർക്ക് ആ പെൻഷന് വേണ്ടി അതിന് പറഞ്ഞെന്താ, അവർക്ക് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. കേട്ട് കഴിഞ്ഞാൽ അവർ ടാറ്റയും ബിർളയും അല്ലെങ്കിൽ അതേപോലെ അംബാനി അദാനി മോഡലിലാണ് അവരുടെ ജീവിതം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതും അസത്യം പ്രചരിപ്പിച്ച് പോവുകയാണ്. അവസാനം അവർ മനസ്സിലാക്കി. അവർക്ക് പിന്നെ അവസാനം തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ്, അവർക്ക് കിട്ടാനുള്ള ഒരു ശാലം പെൻഷൻ അങ്ങാണ്ട് കൊടുത്തു. അതേപോലെ തന്നെ വേറെ ഒരു മനുഷ്യൻ ഈ ക്ഷേമ പെൻഷൻ ഇല്ലാതെ ആത്മഹത്യ ചെയ്തല്ലോ, കിട്ടാതെ. അപ്പോൾ പറഞ്ഞെന്താ, അത് അങ്ങനെയല്ല, അത് കൊടുത്തതാണ് കഴിഞ്ഞ മാസം, അതായത് ഡിസംബറിലെ പെൻഷൻ വരെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ആകെ ഒരു മാസത്തെ പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ട് 1 മാസത്തെ പെൻഷൻ കൊടുത്തതാണ് ഈ പറയുന്നത്. 5 മാസം കുടിശ്ശിക, അതിലെ 1 മാസത്തെ പെൻഷൻ കൊടുത്തതാണ് ഈ വലിയ കാര്യമായിട്ട് പറയുന്നത്. പെൻഷൻ കിട്ടത്തിൻ്റെ അല്ല, പെൻഷൻ കഴിഞ്ഞവരെ കൊടുത്തതല്ലേ. ഇതൊക്കെ ഇത്രത്തോളം കള്ളങ്ങൾ, പച്ച കള്ളങ്ങൾ പറയാൻ ഇവർക്ക് ആർക്കും നാണമില്ലേ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലല്ലോ. അതാണ് അവർ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതാണ്, അതായത് കള്ളങ്ങൾ പടച്ചു വിടുക, കള്ളങ്ങൾ വിളിച്ചു പുലമ്പുക, ഇതെല്ലാം അങ്ങ് പറയും. ഈ ജനങ്ങൾ തൊണ്ട തൊടാതെ ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് ഇവരുടെ ധാരണ. അത് ശരിയല്ല. ഇത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് എന്നൊന്ന് മനസ്സിലാകണം. ഇപ്പം പുറത്തു വന്നേക്കുന്ന ഒരു വാർത്ത, വണ്ടിപ്പെരിയാറിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്, 90 വയസ്സുകാരിയാണ് കേട്ടോ. അവർ പട്ടിണിയാണ്, അവർക്കൊരു മാർഗവുമില്ല കഴിയാൻ. ആകെപ്പാടെ ക്ഷേമ പെൻഷൻ മാത്രമേ ഉള്ളൂ അവർക്കുള്ള വരുമാനം എന്ന് പറയുന്നത്. അല്ല, 90 വയസ്സായ ഒരു സ്ത്രീ എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അത് കിട്ടുന്നില്ല. അങ്ങനെ പട്ടിണിയായപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കസേര എടുത്ത് റോഡിന് അടുക്കിട്ട് അതിലങ്ങിരുന്നു, പരസ്യമായിട്ട്. കാരണം പെൻഷൻ കിട്ടാതെ അവർ പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അവിടെ ട്രാഫിക്കും ഒക്കെ മുടങ്ങി, മൊത്തം വളരെ ബുദ്ധിമുട്ടായി. അവസാനം പിന്നെ പോലീസ് വന്ന് വളരെ കഷ്ടപ്പെട്ട് അനുനയിപ്പിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. അവർ നാളെ ഇറങ്ങും. കാര്യം വേറെ മാർഗ്ഗമില്ല, അവർക്ക് പണം കിട്ടിയില്ല, അവരെങ്ങനെ ജീവിക്കും? ഈ ക്ഷേമ പെൻഷൻ ഈ 90-കാരിക്ക് കിട്ടുന്നില്ല. ഇതേപോലാണ് ഒരുപാട് ആളുകൾക്ക് കഷ്ടപ്പെടുന്നത്. അതെല്ലാം കാണാതെ ഇപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ ആ ക്ഷേമ പെൻഷന് വേണ്ടി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് സെസ്സൊക്കെ ഏർപ്പെടുത്തി നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്ന് പണം വാങ്ങുന്നത്, പിടിച്ചു വാങ്ങുന്നത്. ആ പണമൊക്കെ എങ്ങോട്ട് പോവുകയാണ്? അതൊക്കെ എങ്ങോട്ട് പോകുന്നു ആ പണമൊക്കെ? അത് ഇതുപോലെ കറങ്ങി നടക്കാനും കേട്ടോ, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവായിലേക്ക് പോവുകയാണ്. അതാണ് ചിലവായിപ്പോയി എന്ന് പറയും. പണം ചിലവായിപ്പോയി കേട്ടോ. ഇതാണ് കാര്യം. ഇവിടെ എത്ര രൂപ ഇവിടെ കിട്ടിയാലും ഇത് കടലിൽ കായം കലക്കുന്നവരേ ഉള്ളൂ. ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞൊരു ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു വിവരമില്ലാതെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അത് ആ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ആളുകളെ ഇന്ന് പണം പിടിച്ചു. അതെല്ലാം കൂടെ അവസാനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് അങ്ങ് പോവുകയാണ്. 8,000 കോടി ഇതുവരെ ആയി കേട്ടോ. ഇപ്പോൾ ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുക ഒരു 30% ആളുകൾക്ക് പെൻഷനായിട്ട് കിട്ടണം. ശമ്പളത്തിൻ്റെ പകുതിയാണ് യഥാർത്ഥത്തിൽ പെൻഷൻ എന്ന് പറയുന്നത്. ആ പെൻഷൻ എന്ന് പറയുന്നത് ബേസിക് പേയുടെ പകുതി ആ പെൻഷൻ, അതിൻ്റെ DAയും കിട്ടും. അപ്പോൾ അതൊരു 30% ആളുകൾക്ക് കിട്ടണമെന്നാണ് ഇന്ന് നമ്മുടെ ധനമന്ത്രിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല അതിനകത്തുനിന്ന്. ഇപ്പോൾ ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് പോകുന്നവർക്ക്, പെൻഷനാവുന്നവർക്ക് ഒന്നും കിട്ടത്തില്ല. ആ കിട്ടുന്നത് അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കവർന്നെടുത്തു എന്നുള്ളതാണ്. ഗ്രാറ്റുവിറ്റി, അവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നാൽ അത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന സാധനം. അത് മാറ്റിവെക്കപ്പെട്ട ഈ വേതനം അത് അവർക്ക് കിട്ടുന്നില്ല, അതില്ല. അത് ഒക്കെ ഡിനേ ചെയ്തുകൊണ്ടാണ് ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ഈ ജോലി ചേർന്ന് ഈ പങ്കാളിത്ത പെൻഷൻ അതാണ് പിന്നെ ചേരുന്നത്. അവർ പണം അങ്ങോട്ട് അടയ്ക്കണം, പെൻഷൻ ആവുന്നതിന് കിട്ടാനുള്ള പണം അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞപ്പോൾ 8,000 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലായി. ഇനി അത് തിരികെ വാങ്ങണം, അത് തിരികെ ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കേട്ടോ. ചോദിച്ചാൽ വലിയ കാര്യമാണ്. കാരണം എന്താ, വേറെ 2-3 സ്റ്റേറ്റ് ഇതുപോലെ ചോദിച്ച് അവരുടെ ആ സ്കീം അവർ മാറ്റിയിട്ട് ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന വർക്കബിൾ അല്ലാത്തത് കൊണ്ട് അവരത് മാറ്റിയിട്ട് അവർ സെൻട്രൽ ഗവൺമെൻറ്റിൽ അവർ അടച്ച പൈസ ചോദിച്ചു. ഒരു മറുപടി ഇന്നുവരെ കൊടുത്തിട്ടില്ല.
അത് തന്നെ എവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി അതിന് സമരത്തിന് വേണ്ടി ഇറങ്ങണം, കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങണം. 8,000 കോടി രൂപ ഇതുപോലെ പങ്കാളിത്ത പെൻഷൻ, അത് വാങ്ങിയെടുത്താൽ അതെങ്കിലും തിന്നാമല്ലോ. അത് വാങ്ങിയെടുത്ത് ഇവർക്ക് കൊടുക്കാനൊന്നുമല്ല ഈ വാങ്ങിയെടുക്കാൻ പോകുന്നത്. ഈ വാങ്ങിയെടുക്കാൻ പോകുന്നത് ഈ വിരമിച്ച ഈ പെൻഷനേഴ്സിന്റെ കയ്യിലൊന്നും ഒരിക്കലും പോകത്തില്ല, അത് കിട്ടത്തില്ല അവർക്ക്. ആ രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ പ്രയോജനമില്ലാത്ത കാര്യത്തിനുള്ള ഒരു സമരം എന്ന് പറയുന്നത് വലിയ പ്രതിഷേധ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു അങ്ങനെ പോയി, ഇപ്പോൾ അവിടെ പോയി അങ്ങോട്ട് മാർച്ച് നടത്തും, ഇതൊന്നുമില്ല. ഇത് അവിടെ പോയിരുന്ന് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒന്ന് വിളിക്കും, ഇതാരും കേൾക്കുകയല്ല കേട്ടോ. ഇത് ബധിരകർണങ്ങളിലേക്ക് പതിക്കും. അത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് ഒന്നും ഇതിന് ചെവി കൊടുക്കത്തുമില്ല, അവരെ കണ്ണും തുറക്കത്തില്ല, അവർ കാണത്തുമില്ല, അവർ കേൾക്കത്തുമില്ല. അവസാനം ഇല്ല പട്ടിക്കുട്ടിക്ക് ചന്തയ്ക്ക് പോയ മാതിരി തിരിച്ചതേപോലെ ഇവരെല്ലാം കൂടി ഇഞ്ഞു പോരും. അതിനും ചിലവാക്കുന്ന പണമുണ്ടല്ലോ നമ്മുടേത്, ഇതിനും അതാണ് സംഭവിക്കുന്നത്.